ഗായ്സ്, അപ്പം നമുക്കിന്ന് സൈക്കിൾ ഉണ്ടാക്കിയാലോ? അതിനായിട്ട് ഇത്രയും സാധനങ്ങളാണ് ആവശ്യം. ഫസ്റ്റിനൊരു ബക്കറ്റ് എടുത്ത് അതിലേക്ക് നമുക്ക് കുറച്ച് കിളച്ചെടുത്ത മണ്ണ് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു സ്പൂണോ വടിയോ വെച്ച് നല്ലോണം ഇളക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ടൊരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്യുക, മണ്ണും കല്ലും ഒക്കെ താഴോട്ട് അടിയാൻ വേണ്ടി. അതിന് ശേഷം വേറൊരു ബക്കറ്റും ഷോളും എടുത്തിട്ട് നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ച ഈ സാധനമില്ലേ, അത് നമ്മൾ ഇതിലോട്ട് ഇട്ട് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നല്ലോണം അരിച്ചെടുക്കുന്നുണ്ട്. അത് ഫുള്ളായിട്ടിട്ട് ഒരു ട്രിപ്പ് അരിച്ചാൽ മതി, ഷോളായതുകൊണ്ട് ഞാൻ നല്ലോണം അരിച്ചെടുക്കുന്നുണ്ട്. കുറേ നേരം എടുത്താണ് അരിച്ചത്. ഇപ്പോൾ തന്നെ നമ്മുടെ ക്ലേ അടി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ മണ്ടേ കിടക്കുന്ന ആ വെള്ളം കുറച്ചൊന്ന് കോരി കളയുന്നുണ്ട്. ഞാൻ കുറേ നേരം റെസ്റ്റിന് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഈ വെള്ളം അങ്ങ് കോരിക്കളയുക. എന്നിട്ട് ഇതുപോലത്തെ ഒരു സ്പോഞ്ച് എടുത്തിട്ട് നമ്മളത് ഈ വെള്ളം ഇങ്ങനെ ഒപ്പിക്കളയാം കേട്ടോ. നല്ലോണം ഞാൻ ഒപ്പിക്കളയുന്നുണ്ട്. ഇപ്പം നമ്മുടെ ആ ക്ലേയുടെ ബാറ്റർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ നല്ലോണം തന്നെ ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം ഒരു ഇല താഴെ വെച്ചിട്ട് അതിൻ്റെ മണ്ടയിലൊരു ഷോള് വിരിച്ചിട്ട് വീണ്ടും നമ്മുടെ ഈ ബാറ്റർ അതിലേക്ക് ഇതുപോലെ പരത്തി കൊടുക്കുക കേട്ടോ. ഇല വയ്ക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ആ വെള്ളം പെട്ടെന്ന് ഒപ്പിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഞാൻ ഈ ബാറ്റർ ഫുള്ളായിട്ട് ഇതിൽ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഏത് ഷേപ്പിന് വെച്ചാലും കുഴപ്പമില്ല കേട്ടോ. ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് എടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഇത് ഡയറക്റ്റ് സൺലൈറ്റിൽ വെച്ചിട്ട് നമ്മളിത് ഉണക്കി എടുക്കാൻ പാടില്ല. അത് ഫുള്ളായിട്ട് തേച്ചിട്ടുണ്ട്. ഒരു 1.5 മണിക്കൂർ എടുത്താണ് ചെയ്തത് കേട്ടോ. കുറേ സമയം എടുത്തു. അങ്ങനെ അതേ ഉണക്കാനാണ് ഇപ്പോൾ വെച്ചത്. അങ്ങനെ രാത്രി ക്ലേ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായി കാണും. നല്ല സോഫ്റ്റ് ക്ലേ ആണ് കിട്ടിയത്. ഇന്ന് ഉച്ചയ്ക്ക് ഉണ്ടാക്കിയൊരു ക്ലേയും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഉച്ചയ്ക്കല്ല, രാവിലെ ഉണ്ടാക്കിയ ക്ലേ ആണ്. 2 എണ്ണം ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അത് മിക്സ് ചെയ്യുന്നുണ്ട്. നമുക്ക് കുറച്ചേ ക്വാണ്ടിറ്റി കിട്ടത്തുള്ളൂ. പിന്നെ ഇത് എയർ ഡ്രൈ ക്ലേ ആയതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു കവറിനകത്തിട്ട് ഇതുപോലെ മടക്കിയാണ് കേട്ടോ സൂക്ഷിക്കണത്. ഇല്ലെങ്കിൽ പെട്ടെന്ന് കട്ടിയായിപ്പോൾ. അപ്പോൾ നമ്മുടെ ക്ലേ വീഡിയോ ഒന്നും ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നതിലേക്ക് എല്ലാവർക്കും ബൈ. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മറക്കല്ലേ.